WCD recognized institutions. From institutions to which is recognized by WCD and provides funds for the protection and welfare of women and children. ഇതാണ് എന്ത് WCD recognized institutions എന്ന് പറയുന്നത്. ഓക്കെ, WCD റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുപോലെ തന്നെ WCDയിൽ നിന്നും ഫണ്ടിങ് കിട്ടുന്നുമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് വെൽഫെയർ ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രൻ. ഓക്കെ, ഈ ലിസ്റ്റിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത് പറയുന്നത് സർവീസ് പ്രൊവൈഡിങ് സെൻറ്റേഴ്സ്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സർവീസ് പ്രൊവൈഡിങ് സെൻറ്റേഴ്സ്, ദെൻ ഫാമിലി കൗൺസിലിംഗ് സെൻറ്റേഴ്സ്, ഷെൽട്ടർ ഹോംസ്, പിന്നെ പറയുന്നത് വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സുകളാണ്. ഓക്കെ, അതിനെ നമ്മൾ സഖി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും എണ്ണം നോക്കി വെച്ചേക്കുക. എന്തൊക്കെയാണ്? സർവീസ് പ്രൊവൈഡിങ് സെൻറ്റേഴ്സ്, ഫാമിലി കൗൺസിലിംഗ് സെൻറ്റേഴ്സ്, ഷെൽട്ടർ ഹോംസ്, സഖി എന്ന് പറയുന്ന വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സ്. സർവീസ് പ്രൊവൈഡിങ് സെൻറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഒരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഷെൽട്ടർ ഹോംസിനെയൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. It is recognized and funded by Women and Child Development Department through Kerala State Social Welfare Board during the financial year 2020-21. അപ്പം നമ്മൾ പറഞ്ഞു വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ സെൻറ്റേഴ്സിനൊക്കെ ഫണ്ടിങ് കിട്ടുന്നത്. ഏത് വഴിയാണ്? കേരള സ്റ്റേറ്റ് സോഷ്യൽ വെൽഫെയർ ബോർഡ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ 2020-21. Service providing centers provide free legal assistance to the ailing women from domestic violence and also to provide them with shelter, primary medical aid and assistance of clinical psychologists in needy cases. ഇപ്പോൾ സർവീസ് പ്രൊവൈഡിങ് സെൻറ്റേഴ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാമെന്ന് പറഞ്ഞു ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പഠിച്ചപ്പോൾ അല്ലേ? ഇപ്പോൾ സർവീസ് പ്രൊവൈഡിങ് സെൻറ്റേഴ്സ് ആണ് ഏറ്റവും താഴെ ഉള്ള ലെവലിൽ ഏറ്റവും കൂടുതൽ അവരുമായിട്ട് വിക്ടിംസിനെ അപ്രോച്ച് ചെയ്യാനൊക്കെ എളുപ്പം, അല്ലെങ്കിൽ അവരുമായി കൂടുതൽ അടുപ്പത്തിൽ നിൽക്കുന്ന, അവർക്ക് അപ്രോച്ച് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളത് എന്താണ്? ഈ സർവീസ് പ്രൊവൈഡിങ് സെൻറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതുവഴി എന്തൊക്കെയാണ് ലഭിക്കുന്നത്? ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഫ്രീ ആയിട്ടുള്ള ലീഗൽ അസിസ്റ്റൻസ് ഇവർക്ക് ലഭിക്കുന്നു. എന്തിൽ നിന്നുമായിരിക്കും? ഡൊമസ്റ്റിക് വയലൻസിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ഫ്രീ ലീഗൽ അസിസ്റ്റൻസ് നൽകുന്നു. അതുപോലെ തന്നെ അവർക്കൊരു ഷെൽട്ടർ, പ്രൈമറി മെഡിക്കൽ എയ്ഡ് നൽകുന്നു ആവശ്യമായിട്ടുള്ള കേസുകളിലാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയൊക്കെ അസിസ്റ്റൻസ് നീഡി കേസുകളിൽ ഇവർക്ക് ലഭിക്കുന്നു. Kerala State Social Welfare Board is the implementing agency of the PWDV Act 2005. Okay, PWDV Act 2005-ൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സോഷ്യൽ വെൽഫെയർ ബോർഡാണ്. അണ്ടർ വിമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം ത്രൂ ദ സർവീസ് പ്രൊവൈഡിങ് സെൻറ്റേഴ്സ്. ഇത് നടപ്പിലാക്കുന്നത് സർവീസ് പ്രൊവൈഡിങ് സെൻറ്റേഴ്സ് വഴിയാണ് കേട്ടോ. ഒരു വിമൺ എംപവർമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. All the SPCs, അതായത് സർവീസ് പ്രൊവൈഡിങ് സെൻറ്റേഴ്സ്, will have a women legal counselor present in the office for 3 days in a week. നമ്മൾ പറഞ്ഞു അല്ലേ, ലീഗൽ അസിസ്റ്റൻസ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു ഈ സർവീസ് പ്രൊവൈഡിങ് സെൻറ്റേഴ്സിൽ. അപ്പം ഒരു ആളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വിമൺ ലീഗൽ കൗൺസിലർ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ 3 days in a week and minimum 3 hours per day. അപ്പോൾ ആ ഒരു ഓഫീസിൽ ഈ വിമൺ ലീഗൽ കൗൺസിലർ 3 ദിവസം ഉണ്ടായിരിക്കണം. ആഴ്ചയിൽ 3 ദിവസം ഉണ്ടായിരിക്കണം. മിനിമം 3 hours, ഒരു ദിവസത്തിൽ 3 hours അവർ അവിടെ ഉണ്ടായിരിക്കണം. ടൈം ഷെഡ്യൂൾ ഓഫ് ദ ലീഗൽ കൗൺസിലർ ഈസ് ഡിസ്പ്ലേഡ് ഇൻ ദ നോട്ടീസ് ബോർഡ്. അപ്പം അവരുടെ ഒരു ടൈം ഷെഡ്യൂള് നമുക്കത് കാണാൻ പറ്റും കേട്ടോ. ആ ഒരു വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ കൊടുത്തിട്ടില്ല, അത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ആ ഒരു സെൻറ്റൻസ് ഇടയിൽ കയറി വന്നതാണ്. താഴോട്ടുള്ള നോട്ടീസ് ബോർഡിൽ അവരുടെ ഒരു ടൈം ഷെഡ്യൂൾ കൊടുത്തേക്കും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എക്സാമിനൊന്നും ആവശ്യമുള്ളൊരു കാര്യമല്ല. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഫാമിലി കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ആണ്. ഫാമിലി കൗൺസിലിംഗ് സെൻറ്റേഴ്സും സെയിം നേരത്തെ അതേ പോയിന്റ് തന്നെയാണ് കേട്ടോ. ഫണ്ട് ചെയ്യുന്നത് ആരാണ്, ഏത് വഴിയാണ്? ത്രൂ കേരള സ്റ്റേറ്റ് സോഷ്യൽ വെൽഫെയർ ബോർഡ് വഴിയാണെന്നും ഫിനാൻഷ്യൽ ഇയർ 2020-21 ആണെന്നും നമ്മൾ നോക്കുക.
എന്താണ് ഫാമിലി കൗൺസിലിംഗ് സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്? കൗൺസിലിംഗ് ആയിരിക്കും അല്ലേ? ടു പ്രൊവൈഡ് പ്രിവെൻറ്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് സർവീസസ് ടു വിമൺ ആൻഡ് ഫാമിലീസ് ഹു ആർ വിക്ടിംസ് ഓഫ് അട്രോസിറ്റീസ് ആൻഡ് ഫാമിലി മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ത്രൂ ക്രൈസിസ് ഇൻ്റർവെൻഷൻ ആൻഡ് സിസ്റ്റമാറ്റിക് കൗൺസിലിംഗ്. ഇപ്പോൾ ഫാമിലി മാൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രൊവൈഡ് പ്രിവെൻറ്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് സർവീസസ് ടു വിമൺ ആൻഡ് ഫാമിലീസ്. ഇപ്പോൾ ഒരുപാട് അട്രോസിറ്റീസ് ഒക്കെ നേരിട്ടിട്ടുള്ള ഫാമിലീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീഹാബിലിറ്റേറ്റീവ് ആയിട്ടുള്ള സർവീസുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വിമണിന് മാത്രമല്ല കേട്ടോ, ഫാമിലീസിൽ മൊത്തത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Centers also create awareness and mobilize public opinion on social issues affecting status of women. ഈ സെൻറ്റേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ മൊബിലൈസ് പബ്ലിക് ഒപ്പീനിയൻ ഓൺ സോഷ്യൽ ഇഷ്യൂസ് അഫക്റ്റിംഗ് സ്റ്റാറ്റസ് ഓഫ് വിമൺ. വിമണിൻ്റെ സ്റ്റാറ്റസിനെ അഫക്റ്റ് ചെയ്യുന്ന സോഷ്യൽ ഇഷ്യൂകളുണ്ടല്ലോ, അപ്പോൾ ആ ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റി ഇവർ അവയർനെസ് നൽകുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയനെ ഇവർ മൊബിലൈസ് ചെയ്യാനും ഈ ഒരു സെൻറ്റേഴ്സിലൂടെ ഇവർ ശ്രമിക്കുന്നുണ്ട്. പല രീതിയിലുള്ള അവയർനെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി പറയുന്ന ഷെൽട്ടർ ഹോം ഫോർ ഡൊമസ്റ്റിക് വയലൻസ് വിക്ടിംസ്. നമ്മൾ പറഞ്ഞു അല്ലേ ഷെൽട്ടർ ഹോമിൻ്റെയൊക്കെ യൂസ് എന്താണ് എന്നുള്ളത്. ഷെൽട്ടർ ഹോം envisages providing safe, secure and socially conducive shelter for domestic violence victims in the state with the provision for their സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇവരുടെ ഒരു സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഷെൽട്ടർ ഹോമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് വിക്ടിംസിനാണ് ഇവർക്ക് ആവശ്യമെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സർവീസ് പ്രൊവൈഡിങ് സെൻറ്റേഴ്സ് വഴിയാണ്, സർവീസ് പ്രൊവൈഡേഴ്സ് വഴിയാണ് ഇവർക്ക് ഷെൽട്ടർ ഹോമിനെയൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മളത് സർവീസ് പ്രൊവൈഡിങ് സെൻറ്റേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഡൊമസ്റ്റിക് വയലൻസ് വിക്ടിംസിന് അവരെന്ത് ചെയ്യുക? അവരെ മുന്നോട്ട് കൊണ്ടുവരിക, അവരെ ആ ഒരു ട്രോമയിൽ നിന്നും അവരെ മാറ്റുക. അവർക്ക് ആ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, മറ്റെങ്ങും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഷെൽട്ടർ ഹോമുകൾ അവർക്കൊരു സേഫായിട്ട് അവർക്ക് താമസിക്കാനൊരു ഇടമായിട്ട് മാറുകയാണ്. അവരെ എന്ത് ചെയ്യുക? ഒന്ന് സോഷ്യലി അവരെ ഇമോഷണലി ഒക്കെ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉള്ളത്. പിന്നെ നമ്മൾ പറയുന്നത് വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സ് ആണ് കേട്ടോ. സഖി എന്ന് പറയുന്ന വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണെന്ന് തോന്നുന്നു. നമുക്ക് സഖിയെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇടാവുന്നതാണ്. എത്രത്തോളം ഇതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്ന അറിയില്ല, പക്ഷെ നമുക്ക് പഠിക്കാം. ഓക്കെ, എന്താണ് സഖി അല്ലെങ്കിൽ വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സ് എന്താണ്? ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു സപ്പോർട്ട് വിമൺ അഫക്റ്റഡ് ബൈ വയലൻസ് in private and public spaces, within the family, community and at the workplace. അപ്പം നോക്കുക, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ നിന്നും ഉള്ളൊരു വയലൻസ്, അതായത് ഡൊമസ്റ്റിക്കലി നമ്മൾ നേരിടുന്ന ഒരു വയലൻസ് മാത്രമല്ല, നമുക്ക് എന്താണ് പല രീതിയിലുള്ള വയലൻസുകൾ സ്ത്രീകൾ നേരിടേണ്ടി വരുന്നുണ്ട് അല്ലേ? അതായത് പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പിയറുകളിൽ, വിത്തിൻ ഫാമിലിയിൽ, കമ്മ്യൂണിറ്റിയിൽ, വർക്ക് പ്ലേസിലൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് ഈ വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സ് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസിനെയൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നതാണെന്ന് നമുക്ക് പറയാമല്ലേ. Women facing physical, sexual, emotional, psychological and economic abuse irrespective of age, class, caste, education status, marital status, race and culture will be facilitated with the support and redressal. അപ്പം എന്താണ്, ക്ലാസ്സോ കാസ്റ്റോ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസോ അങ്ങനെ ഒരു കാര്യങ്ങളും നോക്കുന്നില്ല, അവരുടെ കൾച്ചറോ റേസോ ഒന്നും നോക്കുന്നില്ല. ഏതൊക്കെ രീതിയിൽ വിമൺ അബ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം എന്ത് ചെയ്യുക? സപ്പോർട്ട് ആൻഡ് റിഡ്രസൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സിലൂടെ നോക്കുന്നത്. മെയിൻലി ആയിട്ടും വിമൺ നേരിടുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ കൂടുതലായി പറയുന്നത്. ഡൊമസ്റ്റിക് വയലൻസ് മാത്രമല്ല ഒരു സ്ത്രീ നേരിടുന്ന പ്രശ്നമെന്ന് പറയുന്നത്. പല രീതിയിൽ നമ്മൾ പറഞ്ഞില്ലേ, പ്രൈവറ്റ് സ്പിയർ, പബ്ലിക് സ്പിയറിലൊക്കെ ഒരുപാട് വയലൻസുകൾ നേരിടുന്നുണ്ട്. അപ്പം അതിനെല്ലാത്തിനും കൂടി ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനെല്ലാത്തിനും ഒരു സപ്പോർട്ട് സ്ത്രീക്ക് നൽകാൻ വേണ്ടിയാണ് ഈ വൺ സ്റ്റോപ്പ് സെൻറ്റർ അല്ലെങ്കിൽ സഖി വന്നിട്ടുള്ളത്. Aggrieved women facing any kind of violence due to attempted sexual harassment, sexual assault, domestic violence, trafficking, owner related crimes, acid attacks or witch hunting,
who have reached out or been referred to the OSC will be provided with specialized service. അപ്പം ഇത്തരത്തിലുള്ള കാറ്റഗറിയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് സ്പെഷ്യലൈസ്ഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സ് വഴി കിട്ടുന്നത്. ഒരു പോലീസിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ലി പോലീസ് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നിരുന്നാലും ഒരു അത്തരത്തിലുള്ളൊരു പോലീസിനെ പോലുള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്യാൻ പലപ്പോഴും സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്ത് വഴി? ഈ ഒരു വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സ് വഴി. അപ്പം അതായത് വനിതകൾക്ക് അത്രത്തോളം അടുപ്പത്തിൽ നിൽക്കാൻ പറ്റുന്ന, വനിതകളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന ഒരു എന്താണ് ഒരു സെൻറ്ററാണ് ഈ ഒരു വൺ സ്റ്റോപ്പ് സെൻറ്റർ അല്ലെങ്കിൽ സഖി എന്ന് പറയുന്നത്. ഇതിലൂടെ സ്പെഷ്യലൈസ്ഡ് സർവീസുകൾ ലഭിക്കുന്നു. ആ ഒരു ലാസ്റ്റ് പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഡൊമസ്റ്റിക് വയലൻസ് മാത്രമല്ല, സെക്ഷൽ അബ്യൂസ്, സെക്ഷൽ ഹറാസ്മെൻറ്റ്, സെക്ഷൽ അസോൾട്ട്, ട്രാഫിക്കിംഗ്, അതുപോലെ ഓണർ റിലേറ്റഡ് ക്രൈംസ്, അസഡ് അറ്റാക്ക്, ഇത് വിച്ച് ഹണ്ടിങ്, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം ടാക്കിൾ ചെയ്യാൻ ആയിട്ടാണ് ഈ ഒരു ഇത് തുടങ്ങിയിട്ടുള്ളത്.